അമൽ, മറ്റൊന്ന് പറഞ്ഞു വെക്കുന്ന DCC പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സന്ദീപ് വാര്യർ ഏതു തരത്തിൽ പരിഗണിക്കപ്പെടും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. എന്താണ് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സന്ദീപിനെ എന്തായാലും ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സന്ദീപ് വാര്യരുടെ വരവ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDF ഗുണം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല BJP-യിൽ നിന്നും ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ തോതിൽ BJP-യെ സമ്മർദ്ദത്തിലാക്കിയാണ് സന്ദീപിന്റെ പുറത്തേക്കുള്ള വരവുണ്ടായത്. കോൺഗ്രസിൽ ചേരുകയും BJP കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ചിരുന്ന മുഴുവൻ നിലപാടുകളെ തള്ളിപ്പറയുകയും ചെയ്തു. അങ്ങനെ സന്ദീപിനെ പോലെ പൊതുമധ്യത്തിൽ തീപ്പുരയായി നിന്നിരുന്ന ഒരു BJP-യുടെ നേതാവിനെ ഒപ്പം കിട്ടുമ്പോൾ അതിനെ കൃത്യമായി തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. സന്ദീപിന് കൃത്യമായി സംസ്ഥാന നേതൃതലത്തിൽ തന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നുള്ളതാണ് ഒരു പൊതു തീരുമാനം. അത് ഏത് പദവിയിലേക്ക് സന്ദീപിനെ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ മാത്രമാണ് ചില ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നത്. എങ്കിലും KPCC ജനറൽ സെക്രട്ടറിയായി തന്നെ സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് വാര്യർക്ക് പുറമെ മറ്റ് ചില നേതാക്കളെ കൂടി സംസ്ഥാന നേതൃതലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും യുവാക്കളാകണം എന്നുള്ളതാണ് ഒരു പൊതുധാരണ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ആ തീരുമാനം അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാധു. ശരി, അമൽ തേൻപർമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഉണ്ടാകുന്നു.